അസ്സാമു അലൈക്കും. വെൽക്കം ടു നർമീൻ വേൾഡ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാനിപൂരിയും ഒപ്പം കഴിക്കുവാൻ പറ്റുന്ന തീക്കാപ്പാനിയുമാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പാനിപൂരിക്ക് ആവശ്യമായ ചേരുവകൾ: 1 കപ്പ് റവ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. 3 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത് സൺഫ്ലവർ ഓയിലാണ്. നന്നായി കുഴച്ചെടുക്കുക. പൂരിയുടെ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പാനിപൂരിക്കും കുഴച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളത്തിൽ ഞാൻ അല്പം ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം ഇട്ടിട്ടുണ്ട്. പൂരി ഒന്ന് പൊള്ളി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പൂരിയുടെ ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ് നമ്മൾ റവ ചേർക്കുന്നത്. അപ്പം ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ മാവ് നമ്മൾ അരമണിക്കൂർ കുഴച്ച് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു തുണി കൊണ്ട് മൂടിയിട്ടിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു. മാവ് പാകമായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഈ ഒരു ചെറിയ ഉരുള എടുത്ത് ഞാൻ പൂരിക്ക് വേണ്ടി പരത്താൻ പോവുകയാണ്. ഇത്രയും മതി, ഈ ഒരു വലിപ്പത്തിൽ. ഇത് പരത്തിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിലും ഈ ഒരു വണ്ണത്തിലുമാണ് പാനിപൂരിക്ക് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. ഇപ്പം ഞാൻ പാനിപൂരിക്ക് അത്യാവശ്യം പരത്തി വെച്ചിട്ടുണ്ട്. ഒരു ഷേപ്പിന് വേണ്ടി ഞാൻ ഒരു ലിഡ് യൂസ് ചെയ്തിട്ടാണ് പരത്തിയിരിക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുന്ന സമയം ആവശ്യമായ ഓയിൽ പാനിൽ ഒഴിച്ചു കൊടുക്കുക. പാൻ നന്നായി ചൂടായ അവസരത്തിൽ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഓയിലിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പാനിപൂരിയുടെ മാവിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി ഞാൻ പാനിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. അങ്ങനെ പാനിപൂരി റെഡി ആയിട്ടുണ്ട്. ഇനി തീക്കാപ്പാനി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആവശ്യമായ ചേരുവകൾ: മല്ലിയില, ഇഞ്ചി, മുളക്, പുതിനയില, ചാറ്റ് മസാല, പുളി, സാമ്പാർ കായം, ചെറിയ ജീരകം. ചാറ്റ് മസാല നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭിക്കുന്നതാണ്. ഇവയെല്ലാം മിക്സിയിലിട്ടതിന് ശേഷം ഉപ്പും ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഫുൾ വെള്ളം ഇതിൽ ഒഴിച്ചു. ഇപ്പോൾ തീക്കാപ്പാനി റെഡി ആയിട്ടുണ്ട്. വെളിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര കട്ടി ഉണ്ടാവില്ല തീക്കാപ്പാനിക്ക്. ഒരു കോമ്പിനേഷന് വേണ്ടി ഞാൻ ബോംബെ മിക്സ്ചർ വെച്ചിട്ടുണ്ട്. ഇതിന് മുട്ട മിക്സ്ചർ എന്നും പറയും. അപ്പം പാനിപൂരിയും തീക്കാപ്പാനിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.